പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിൽ. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വി സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നഗരത്തിലെ മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് സുധാകരൻ അപേക്ഷകനിൽ നിന്ന് വാങ്ങിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്താണ്? നിഖില സംഭവസ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് നിഖിൽ? ശ്രീജിത്ത്, ഇന്ന് വൈകുന്നേരം ഈ ഓഫീസ് ടൈം കഴിഞ്ഞ ശേഷം അപേക്ഷകരോട് എത്തിച്ചേരാൻ ആവശ്യപ്പെടുകയും കഞ്ചിക്കോട്ടെ ഒരു മാളുമായി ബന്ധപ്പെട്ട കാര്യം ശരിയാക്കി തരുന്നതിന് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയുമായിരുന്നു. ഇപ്പോൾ വിജിലൻസ് ഈ ഓഫീസിലെത്തി പിടികൂടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു പോരുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും സമാനമായ തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് കൃത്യമായിട്ടുള്ള തരത്തിൽ രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥനെ പിന്തുടരുകയും തുടർന്ന് ഫിനോഫ്തലിൻ അടങ്ങിയ തുക ഈ അപേക്ഷകൻ നൽകുകയും ചെയ്തു. ഇപ്പോൾ തുടർ നടപടികൾ അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു പോരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാനും കഴിയും. ഈ കഞ്ചിക്കോടുള്ള ഫോറം മാൾ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശരിയാക്കി തരുന്നതിന് വേണ്ടിയാണ് അപേക്ഷകരിൽ നിന്ന് 50,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കൈക്കൂലി നൽകുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇന്ന് 5:45 ഈ ഓഫീസിലെത്തി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പണം കൈമാറുന്നതിന് വിജിലൻസ് സംഘം കയ്യോടെ ഈ ഭൂരേഖ തഹസിൽദാറെ പിടികൂടുകയായിരുന്നു. ഭൂരേഖ തഹസിൽദാറായിട്ടുള്ള വി സുധാകരനാണ് പിടിയിലായിട്ടുള്ളത്. നേരത്തെയും സമാനമായ തരത്തിലുള്ള നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു പോരുകയാണ്. ഈ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിജിലൻസിന് വിവരം നൽകിയ പരാതിക്കാരനായിട്ടുള്ള ആൾ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി തേടാവുന്നതാണ്. അദ്ദേഹം നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘത്തിന് ഇത്തരത്തിലുള്ള ഒരു വിവരം നൽകുന്നു. തുടർന്ന് വിജിലൻസ് സംഘം അവർ നൽകിയ പണം ഈ ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. ഓഫീസ് ടൈം കഴിഞ്ഞ് ഇവിടേക്ക് എത്തിച്ചേരാനാണ് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് ഓഫീസ് ടൈം കഴിഞ്ഞ് ഏതാണ്ട് 5 മണി കഴിഞ്ഞ ശേഷമാണ് ഇവിടേക്ക് ഈ പരാതിക്കാരൻ എത്തിച്ചേരുന്നതും. ആ സമയത്താണ് ഇത്തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. വിജിലൻസ് DYSP ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾക്ക് ഏത് സാഹചര്യത്തിലാണ് വിജിലൻസ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയത്, അതായത് ഒരു വിവരം കിട്ടിയത് ഏത് സാഹചര്യത്തിലായിരുന്നു? വിവരം പരാതിക്കാരൻ നേരെ വിജിലൻസ് ഓഫീസിൽ വന്ന് അറിയിക്കുകയായിരുന്നു, ഇങ്ങനെ പരാതി തരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഒരു വസ്തുത ചെറിയൊരു സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രാപ്പ് നടപടികൾ ചെയ്യുകയായിരുന്നു. അതായത് ഈ കാര്യം നടത്തി തരാൻ വേണ്ടി തൻ്റെ പക്കൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് പരാതിക്കാരൻ അറിയിക്കുകയായിരുന്നു. അതെ. ഇദ്ദേഹത്തിനെതിരെ മുൻപ് പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? മുൻപ് പരാതികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. നമ്മൾ ഈ തുക നൽകുകയായിരുന്നു, ഫിനോഫ്തലിൻ അടങ്ങിയ തുക വിജിലൻസ് അത് മാർക്ക് ചെയ്ത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മാർക്ക് ചെയ്ത് ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ തുടർ നടപടികൾ വിജിലൻസ് സംഘം സ്വീകരിച്ചു പോരുകയാണ്. പരാതിക്കാരൻ ഇവിടെ ഉണ്ട്, അതായത് ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുള്ള ആളും ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. അദ്ദേഹം നൽകിയിട്ടുള്ള പണമാണ്, ഇദ്ദേഹത്തോടാണ് പണം ആവശ്യപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഈ ഡിവിഷൻ ബെഞ്ച് തള്ളി ഇവരെ പരാതി, എന്നിട്ടും നമ്മുടെ പേപ്പറിൽ തരാൻ തയ്യാറാവില്ല. കളക്ടർ പിടിച്ചു വെച്ചിരിക്കുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ധാർമ്മികമായിട്ടൊരു മര്യാദയുണ്ട്. ആ മര്യാദ വെച്ചിട്ടാണ് ഞാൻ വിജിലൻസിനെ അറിയിച്ചതും. വിജിലൻസ് കൃത്യമായി പ്ലാൻ ചെയ്ത് കാലത്ത് മുതലെല്ലാം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ അതിന് ബില്ലായിരുന്നു. കൃത്യമായ അയാൾ ട്രാപ്പിൽ അയാൾ കൃത്യമായി വീണു. അയാൾ പണം മേടിച്ചു. മാത്രമല്ല അയാൾ പല രേഖകൾ അയാളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട പല രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം വിജിലൻസിന് കൊടുത്തു. അയാളിൻ്റെ അടുത്ത് നിന്ന് സ്കോച്ചും പെർഫ്യൂമും മേടിച്ചു. അതും ഞാൻ വീഡിയോ വിജിലൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ രേഖകളും സ്റ്റെപ്പായി കൊടുത്ത് അയാൾ ആവശ്യപ്പെട്ടത് 5 ലക്ഷം റുപ്യാണ്. പക്ഷേ ഇപ്പോൾ എമർജൻസിയുടെ 50,000 റുപ്യ വേണം. നാളെ അവധിക്കല്ലേ, ടൂർ പോകാനാവും. അപ്പോൾ 50,000 അർജൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിജിലൻസിനോട് പറഞ്ഞു അയാൾ 50,000 റുപ്യാണ് ആവശ്യപ്പെടുന്നതെന്ന്. അതനുസരിച്ച് ആ ഫണ്ട് വിജിലൻസ് സെറ്റ് ചെയ്ത് തന്നു. പണം നൽകാത്തതുകൊണ്ട് മാത്രം നിങ്ങളുടെ എന്തെങ്കിലും നടപടികൾ വൈകിപ്പിച്ചിട്ടുണ്ടോ ഈ ദിവസം? മൊത്തം ഒരു 1.5 വർഷമായിട്ട് നടപടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് ഓരോ കാര്യം. ഇപ്പോൾ ലാസ്റ്റ് KBT പാസ്സായി. കേരള ബിൽഡിംഗ് ടാക്സ് ഞങ്ങൾ 10 ലക്ഷം റുപ്യ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അടച്ചു. അത് അടയ്ക്കാൻ ഞങ്ങൾ 2 കോടതി കയറി. ഇപ്പോൾ ഹൈക്കോടതി കൈക്കൂലിക്കാരൻ എന്തായാലും വലയിലായിരിക്കുന്നു. പാലക്കാടാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിലായിരിക്കുന്നത്. പാലക്കാട് ഭൂരേഖ തഹസിൽദാർ വി സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.